പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മുവിന്റെ മരണത്തിൽ സഹപാഠികളായ 3 വിദ്യാർത്ഥികൾ കസ്റ്റഡിയിൽ. ഇവർക്കെതിരെ കുടുംബം ആരോപണമുന്നയിച്ചിരുന്നു. പ്രസാദ് കാളിദാസ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. പ്രസാദ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിട്ടുള്ള അമ്മു ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്നും വീണ് മരിച്ചത്. ഇതിനെ തുടർന്ന് ഇതൊരു അപകടമല്ല, ദുരൂഹതയാണ് എന്നുള്ള തരത്തിലെല്ലാം കുടുംബം ആരോപണം ഉന്നയിച്ചിരുന്നു. അമ്മുവിൻ്റെ ക്ലാസ്സിലെ തന്നെ 3 വിദ്യാർത്ഥിനികൾക്കെതിരെയാണ് കുടുംബം അത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. തീർച്ചയായും ഇതിലൊരു അന്വേഷണം ആവശ്യമുണ്ട് എന്നുള്ള തരത്തിൽ തന്നെ ഈ 3 വിദ്യാർത്ഥിനികൾക്കെതിരെ പരാതി നൽകിയിരുന്നു. എന്തായാലും ആ ഒരു കാര്യത്തിൽ കൃത്യമായൊരു നീക്കം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ ഒരു ആരോപണ വിധേയരായ 3 വിദ്യാർത്ഥിനികളെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. നേരത്തെ തന്നെ ഈ 3 വിദ്യാർത്ഥിനികളുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഇതിനെ സംബന്ധിച്ച്. എന്തായാലും ഇപ്പോൾ ഈ 3 വിദ്യാർത്ഥിനികൾ കസ്റ്റഡിയിലാണ്. ആത്മഹത്യ ആണ് എന്ന് തന്നെയാണ് പോലീസിൻ്റെയും ഇപ്പോഴത്തെ ഒരു നിഗമനം എന്ന് പറയുന്നത്. തീർച്ചയായും FIRൽ ഒരു മാറ്റം വരുത്തും എന്ന് തന്നെ പോലീസ് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുക്കും എന്നുകൂടി എന്തായാലും പറഞ്ഞിട്ടുണ്ട്. വലിയ വിവാദം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു. ഇതിനെ സംബന്ധിച്ച് ഈ ഒരു അമ്മു ആത്മഹത്യ ചെയ്ത ശേഷം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായതിനു ശേഷം ആത്മഹത്യ എന്നിപ്പോഴും തെളിഞ്ഞിട്ടില്ല. അതിൻ്റെ അന്വേഷണം തന്നെയാണ് നടന്നു വരുന്നത്. ആത്മഹത്യ എന്ന് തന്നെയാണ് പോലീസിൻ്റെ നിഗമനം. എന്തായാലും ഈ ഒരു സംഭവം, ഈ ഒരു അമ്മുവിൻ്റെ മരണം ഉണ്ടായ ശേഷം വലിയ രീതിയിലൊരു പ്രതിഷേധം തന്നെ ഉണ്ടായിരുന്നു. കാരണം കോളേജ് അധികൃതർ ഇതിനെ സംബന്ധിച്ച് കേസെടുത്തില്ല, അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് കൃത്യമായൊരു നടപടിയൊന്നും കോളേജ് അധികൃതർ എടുത്തിട്ടില്ല എന്നുള്ള ആരോപണങ്ങളെല്ലാം തന്നെ ഉയർന്നിരുന്നു. മാത്രമല്ല ഈ ഒരു അപകടത്തിന് ശേഷം കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചില്ല എന്നുള്ള തരത്തിലെല്ലാം കുടുംബം ആരോപണം ഉന്നയിച്ചിരുന്നു. മാത്രമല്ല ഇതിനെ സംബന്ധിച്ച് അമ്മുവിൻ്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. എന്തായാലും ഇപ്പോൾ ഒരു സുപ്രധാന നീക്കം തന്നെയാണ്. ഇനിയും മൊഴിയെടുപ്പ് തുടരാൻ സാധ്യത തന്നെയുണ്ട്. കാരണം ഇപ്പോഴുള്ള ഈ ഒരു FIRൽ, ഇപ്പോൾ നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു FIRൽ എന്തായാലും മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഇവർക്ക് 3 പേർക്കെതിരെയും ആത്മഹത്യാ പ്രേരണ കുറ്റം ചേർക്കും FIRൽ. അത്തരത്തിൽ തന്നെയാണ് പോലീസും എന്തായാലും പറഞ്ഞു വെക്കുന്നത്. ഇതിൽ 3 പേരിൽ 2 പേർ കോട്ടയം സ്വദേശികളും ഒരാൾ കൊല്ലം പത്തനാപുരം സ്വദേശിയുമാണ്. എന്തായാലും ഇവർ മാനസികമായി അമ്മുവിനെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് കുടുംബവും ആരോപിക്കുന്നത്. ആ കുടുംബത്തിന്റെ കൂടി പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു രീതിയിലേക്ക് ഈ വാർത്ത വികസിച്ചിരിക്കുന്നത്. പ്രസാദ് കാളിദാസാണ് വിവരങ്ങൾ പങ്കുവച്ചത്.